നമസ്കാരം, എൻ്റെ പേര് ഹരിശങ്കർ ഗിരീഷ്. ഇതിൻ്റെ ചാനൽ ഹരിശങ്കർ 360. ഹൗസിംഗ് ലോണാണോ അല്ലെങ്കിൽ റെൻ്റെടുത്ത് താമസിക്കുന്നതാണോ, ഇതിലേതാണ് ഉത്തമം? ഇത് കുറേ നാളുകളായിട്ട് പലരുടെയും മനസ്സിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ചിലർക്ക് അവിടെ ഒരു ഉത്തരം കണ്ടെത്തി കാണും. ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ ഹൗസ് ലോണിൻ്റെ കാര്യം പറയട്ടെ. ഇന്നത്തെ മാർക്കറ്റിൽ ഹൗസ് ലോൺ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് നിൽക്കുന്ന സമയമാണ്. RBI നിന്ന് റേറ്റുകൾ കാലം ഓരോ ക്വാർട്ടർ കഴിയുന്തോറും റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോൺസ് കുറഞ്ഞ റേറ്റിലാണ് എല്ലാ ബാങ്കുകളും ഓഫർ ചെയ്യുന്നത്. നമ്മൾ ഇനി ഹൗസിംഗ് ലോണിലേക്ക് വരികയാണെങ്കിൽ, സപ്പോസ് ഹൗസിംഗ് നമുക്ക് പല ടൈപ്പ് ആളുകൾ കയ്യിൽ കൊടുക്കുക. ഒന്ന് ബാങ്കുകളുടെ ഒരു വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സാലറിയുള്ള ആൾക്കാർക്കാണെങ്കിൽ പൊതുവെ 30 വർഷം വരെ അവർക്ക് ബാങ്ക് റീപേയ്മെൻറ്റുള്ള കാലയളവ് കൊടുക്കാറുണ്ട്. അവർ യങ് ഏജുള്ള ആൾക്കാരാണെങ്കിലും 30 താഴെയുള്ള ആൾക്കാരാണെങ്കിൽ 30 വർഷം വരെ കൊടുക്കാറുണ്ട്. അതിന് കുറഞ്ഞ കാലയളവ് എടുക്കാം. നമ്മളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം എത്രയാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ ചെലവിന് വേണ്ടി എത്രത്തോളം മാറ്റിക്കാൻ ആഗ്രഹിക്കുന്നു, അതനുസരിച്ചുള്ള ആയിരിക്കും നമ്മളുടെ ഡ്യൂറേഷൻ വരിക. ഇനി അഥവാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതലും 65 ഇയേഴ്സ് വരെ ആയിരിക്കും അവരുടെ ഒരു റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ ബാങ്കുകൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളിനി ഹൗസ് ലോൺ നോക്കുമ്പോൾ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഒരാൾ ഹൗസ് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിനടുത്തോ അതിന് മുകളിലോ നമ്മൾ ഇൻട്രസ്റ്റ് ഒരു 30 വർഷം അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, റീപേയ്മെൻറ്റ് ചെയ്യാതെ ഒരു 30 വർഷം അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൾമോസ്റ്റ് പ്രിൻസിപ്പലിനോ ഒപ്പമോ അതിന് മുകളിലോ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് ഇതിനകത്ത് പ്രധാന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് അതിൻ്റെ ഹൗസിൻ്റെ ഓണേഴ്സ്. നമ്മൾ കൃത്യമായി അടയ്ക്കുന്ന കാലത്തോളം നമ്മൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഹൗസിൻ്റെ ഓണേഴ്സ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ഓരോ EMI അടയ്ക്കും തോറും നമ്മളുടെ ബാധ്യത കുറഞ്ഞു വരികയാണ്. നമ്മളുടെ ഇക്വിറ്റി, നമ്മളെ ഹൗസിൻ്റെ ഓണർഷിപ്പ് നമുക്ക് തന്നെ ഓൾറെഡി നമ്മൾ പേര്. പക്ഷേ അപ്പോൾ നമ്മൾ മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കിനത് അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ അതിന് എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ EMI അടയ്ക്കുന്നതും നമ്മളുടെ ബാധ്യത കുറഞ്ഞു വരികയാണ്. നമ്മളൊരു റിട്ടയർമെൻറ്റ് ടൈം, സാലറി അവർക്ക് റിട്ടയർമെൻറ്റ് ടൈം അല്ലെങ്കിൽ അവർക്കൊരു ഓൾഡ് ഏജ് ആകുമ്പോൾ നമുക്ക് ബാധ്യത ഇല്ലാത്ത സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഓൺ ഹൗസ് എന്നൊരു ഫീലിംഗ്, നമ്മളൊരു സ്വന്തമായിട്ട് വീട് ലോണെടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് കിട്ടുന്നു. സ്വന്തമായിട്ട് ഒരു ഓൺ ഫീലിംഗാണ് നമുക്കിൽ കിട്ടുന്നത്. മാത്രമല്ല നമുക്ക് അതിനകത്ത് വേറൊരു കാര്യം, നമ്മളിപ്പോൾ നിങ്ങൾ മിക്കവാറും ഇത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും, സാലറി പേഴ്സൺസ് അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാർ. അപ്പോൾ അവർക്ക് ഈ ഹൗസ് ലോണിൻ്റെ പേയ്മെൻറ്റ് കൂടി നമുക്ക് അതിൻ്റെ വെച്ച് നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് അതിൽ ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി റെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കൂടുതലും റെൻറ്റ് നമ്മൾ പൊതുവെ പറയപ്പെടുന്നത് ഒരു സ്ഥലത്ത് ഇപ്പം സപ്പോസ് ജോലി സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യം കൊണ്ടോ പല സിറ്റികളിൽ താമസിക്കേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും റെൻറ്റ് കൂടുതലായിട്ട് ആവശ്യം വരിക. അപ്പോൾ അവർക്ക് എന്തായാലും അവർക്ക് എടുക്കാം, ഹൗസ് ഓഫ്കോഴ്സ് അവർക്ക് എടുക്കാം. പക്ഷെ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം അതിൽ കിട്ടത്തില്ല. കാര്യം വെച്ചാൽ അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അപ്പം എൻ്റെ ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ വർഷം ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത വർഷം വേറെ സ്ഥലത്തായിരിക്കും. എൻ്റെ ബാങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അത് ഞാൻ എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലോ ചിലപ്പോൾ എൻ്റെ ഇതുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഓരോരുത്തർക്കും ഇതുപോലെ പല തടസ്സങ്ങളും നേരിടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലും റെൻ്റ് എടുത്ത് നിൽക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ചില കേസിൽ സ്വന്തമായിട്ട് വീടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഓടി പാരൻ്റൽ ഹോമൊക്കെ ഉള്ള ആൾക്കാർ, ഇൻഹെറിറ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചും കൂടുതലും റെൻ്റ് എടുത്ത് താമസിക്കുന്നതായിരിക്കും കൂടുതൽ ഉപയോഗപ്രദം. പിന്നെ റെൻ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ റെൻറ്റും ഹൗസും നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഇൻഫ്ലേഷൻ എന്ന കാര്യം റിയലായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെ EMI ഒരിക്കലും ഇൻഫ്ലേഷൻ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ റെൻറ്റിൽ അതിൻ്റെ ഒരു പ്രസൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ മിക്ക മെട്രോ സിറ്റികളിൽ നമ്മൾ താമസിക്കേണ്ടി വരികയാണെങ്കിൽ അവിടുത്തെ റെൻറ്റ് ഒരു 20,000 30,000 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും അവിടെ ഒരു ആവറേജ് റെൻറ്റ് വരുന്നത്. മാത്രമല്ല അത് ഇയർലി ചിലപ്പോൾ ലാൻഡ് ലോഡ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസും ഉണ്ട്. പക്ഷേ നമ്മളിതിൽ കാണേണ്ട ഒരു വ്യത്യസ്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ ഈ ഹൗസ് ലോൺ എടുക്കുമ്പോൾ എടുക്കുന്ന ഒരു EMI ഉണ്ടാവുമല്ലോ, അതും റെൻറ്റിന് നമ്മൾ വ്യത്യാസമുള്ള എമൗണ്ട് നമുക്ക് ബുദ്ധിപരമായി ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആളാണെങ്കിൽ നമുക്കത് വേറെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പോൾ ആ റിട്ടേൺ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റേബിൾ ഇൻകം ഉള്ള ആൾ അധികം അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 years ഒരു സ്ഥലത്തിന് നിൽക്കാൻ ചാൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഹൗസിന് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓൺ ഹൗസ് ഫീലിംഗ് കിട്ടും, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അല്ല, നിങ്ങൾ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ ജോലി ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിലും മാറി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻ്റ് എടുക്കുന്നതായിരിക്കും വളരെ ഉപയോഗപ്രദം. കാര്യം അതിൻ്റെ ആ ഒരു വ്യത്യാസ എമൗണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി പഠിക്കണം. അതിന് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. അത് ഇല്ലെങ്കിൽ ആ ഒരു ശീലം കൾട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാവിയിലേക്ക് നമുക്കൊരു ബഫർ എമൗണ്ട് നമുക്കതിൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെൻ്റഡ് ഹൗസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് അവരുടെ ലാലോൺ അറിയിച്ചു കഴിഞ്ഞാൽ പുള്ളി ന്യായമായും അത് ഉടനെ തന്നെ റിപ്പയർ ചെയ്ത് തരാൻ ബാധ്യസ്ഥനാണ്. സ്വന്തം വീട്ടിലാകുമ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ റിപ്പയറിന് ചെയ്യാനുള്ള ആളെ കിട്ടണമെന്നില്ല, ആ സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അത് ചെറിയൊരു മൈനായിട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ഇമ്പ്രൂവ്മെൻറ്റ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിയിക്കുക, മെസ്സേജിൽ അറിയിക്കുക. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഞാനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ഇടുന്നത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി കൂടുതൽ കണ്ടൻറ്റ് നെക്സ്റ്റ് വീഡിയോസിൽ ഉണ്ടായിരിക്കും. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഓം ശാന്തി.